ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എവർനൈറ്റ് എന്ന സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിലെ 34ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുമ്പത്തെ ഭാഗങ്ങൾ കാണാത്തവർ തീർച്ചയായും അതൊക്കെ കണ്ടതിന് ശേഷം മാത്രം ഇത് കാണുക. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഉടനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചതാണ്, കുറച്ച് ഗ്യാപ്പ് മാത്രം ഇട്ടുകൊണ്ട്. എന്നാൽ ജലദോഷവും നല്ല തൊണ്ടവേദനയും ആയതുകൊണ്ടാണ് വീഡിയോ പെട്ടെന്ന് ഇടാൻ സാധിക്കാതിരുന്നത്. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കത് ബോധ്യമാകും. ഇപ്പോൾ അല്പം ഭേദമുള്ളത് കൊണ്ടാണ് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ അവസാനത്തിൽ നമ്മൾ കണ്ടത് ടെമ്പിൾ മാസ്റ്റർ നിങ്കയെ ഇടിച്ച് അവശനാക്കി ഇടുന്നതാണ്. എന്നിട്ട് ടെമ്പിൾ മാസ്റ്റർ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങി. എല്ലൊക്കെ ഓടിച്ചിട്ടിട്ടും നിങ്കെ ആകട്ടെ ഒരു വിധത്തിൽ എഴുന്നേറ്റ് വീണ്ടും പ്രതിരോധിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്രാവശ്യം വെർമില്യൺ ബേർഡിൻ്റെ അടുത്ത് വന്നാണ് നിങ്കെ നിന്നത്. അതിനുശേഷം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗോഡ് സ്റ്റാർലിംഗ് ഫോർമേഷൻ്റെ കീ പുറത്തെടുത്ത് കഴിയുമ്പോൾ വെർമില്യൺ ബേർഡ് ഒന്ന് തീജ്വാലകളാൽ നിറയുന്നതായി കാണിക്കുന്നു. എന്നാൽ വെർമില്യൺ ബേർഡ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്നില്ല. അതിൻ്റെ ശക്തിയാൽ നിങ്കയുടെ വാള് തിളങ്ങുന്നു. നിങ്കെ രണ്ടാകുന്നു. ശേഷം ആ രണ്ട് നിങ്കയും പാഞ്ഞു ചെന്ന് ടെമ്പിൾ മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുന്നു. സർവ്വശക്തിയും എടുത്താണ് അവൻ ഇപ്രാവശ്യം അറ്റാക്ക് ചെയ്യുന്നതെന്ന് കണ്ടാലേ അറിയാം. എന്നാൽ അതുകൊണ്ടും ഒരു കാര്യവും ഉണ്ടായില്ല. നിഷ്പ്രയാസം അതിനെയെല്ലാം ഇടിച്ചു തെറിപ്പിക്കുകയും ഇപ്രാവശ്യം നിങ്കയ്ക്ക് നല്ല ആഘാതം തന്നെ കൊടുക്കുകയും ചെയ്തു. ആ ആഘാതത്താൽ തെറിച്ചു പോയി വീഴുന്ന നിങ്കെ ചോര തുപ്പുകയും അല്പനേരത്തേക്ക് ബോധം പോവുകയും ചെയ്യുന്നു. എന്നാൽ വീണ്ടും സർവാധികം ശക്തിയോടെ എഴുന്നേറ്റ് നിൽക്കുകയാണ് നിങ്കെ. ഒരുവിധം കഷ്ടപ്പെട്ടാണ് എഴുന്നേറ്റ് നിന്നത്. പൂർവാധികം ശക്തിയോടെ എന്ന് പറഞ്ഞതിൽ ക്ഷമിക്കണം. അത്രയൊക്കെ അടിച്ച് അവശതയിലായി തളർന്ന അവസ്ഥയിലായിരുന്നിട്ടും നിങ്കെ രാജ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു വിധത്തിൽ എഴുന്നേൽക്കുന്നു. ഇതേ സമയം തന്നെ താങ് സ്റ്റേറ്റിലുള്ള ഒരു ട്രൈബിലെ വ്യക്തി തൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് വന്ന് നിങ്കയെ സഹായിക്കാൻ പോകട്ടെ എന്ന് ചോദിക്കുന്നു. ഇപ്പോൾ സഹായിക്കാൻ പോയാൽ നീ മരിക്കുമെന്ന് ഗ്രാൻഡ്പ പറഞ്ഞിട്ടും അതൊന്നും തനിക്ക് വിഷയമല്ല, മരണത്തെ താൻ ഭയപ്പെടുന്നില്ല എന്ന് ആ വ്യക്തി പറയുന്നു. ആ വ്യക്തിയുടെ ധീരതയോടെയുള്ള വാക്കുകൾ ഗ്രാൻഡ്പയ്ക്ക് ഇഷ്ടമാകുന്നുണ്ട്. മുന്നോട്ട് വന്ന് ഗ്രാൻഡ്പ അതിനുശേഷം അവരെ ശക്തിപ്പെടുത്തുന്ന ധീരതയോടെയുള്ള കുറേ വാക്കുകൾ പറഞ്ഞിട്ട് പറയുകയാണ്, താങ് സ്റ്റേറ്റിൻ്റെ ഓണേഴ്സ് നമ്മളാണ്. താങ് സ്റ്റേറ്റ് ഇപ്പോൾ വലിയ അപകടത്തിലാണ്. ആ മോൺസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് താങ് സ്റ്റേറ്റിനെ നമുക്ക് രക്ഷിക്കണം. നമ്മുടെ അയൽവാസികളെ മാത്രമല്ല, കണ്ണിൽ കണ്ട എല്ലാവരെയും വിളിച്ചോളൂ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ ശത്രുവിനെതിരെ പോരാടാം. നിങ്കെ ആകട്ടെ അവിടെ അവൻ്റെ അവസാനത്തെ ശ്രമം നടത്തുന്നതായി കാണിക്കുന്നു. വാളും പിടിച്ച് എത്തി വലിഞ്ഞാണ് അവൻ നടക്കുന്നത്. അവസാനം വേഗത്തിൽ വന്ന് ടെമ്പിൾ മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ അതുകൊണ്ടും ഒരു കാര്യവും ഉണ്ടായില്ല. വെറും ഒരു ഫിംഗർ കൊണ്ടാണ് നിങ്കയെ ടെമ്പിൾ മാസ്റ്റർ നേരിട്ടത്. ശേഷം അവനെ തൂണുകളിലേക്ക് ശക്തമായി വലിച്ചെറിയുന്നു. ആ ശക്തിയാൽ തൂണുകൾ പോലും ചിതറിപ്പോകുന്നുണ്ട്. നിലത്ത് വീണ നിങ്കയുടെ ആകട്ടെ ബോധം പോയിട്ടില്ല എങ്കിലും എഴുന്നേക്കാൻ പോലും സാധിക്കുന്നില്ല. വേദനയാൽ അവൻ ഞെരുങ്ങുന്നു. ഇതേ സമയം തന്നെ ടെമ്പിൾ മാസ്റ്ററിനെ നേരിടുന്നതിന് വേണ്ടി താങ് സ്റ്റേറ്റിലെ ഒരുപാട് ജനങ്ങളും അവിടേക്ക് എത്തിയിരുന്നു. അവർ ഒത്തൊരുമിച്ച് പാഞ്ഞു ചെന്ന് ടെമ്പിൾ മാസ്റ്ററിനെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. എന്നാൽ ടെമ്പിൾ മാസ്റ്ററിൻ്റെ അടുത്ത് പോലും എത്താൻ അവർക്ക് സാധിക്കുന്നില്ല. ടെമ്പിൾ മാസ്റ്റർ ഒന്നും തന്നെ ചെയ്യുന്നില്ല. ടെമ്പിൾ മാസ്റ്ററിൻ്റെ ശക്തി അവരെ ഇടിച്ചു തെറിപ്പിക്കുകയാണ്. അത് കണ്ട് നിങ്കയ്ക്ക് ഒരുപാട് വിഷമമാകുന്നുണ്ട്. പലരും ആവർത്തിച്ച് തെറിച്ച് വീണിട്ടും വീണ്ടും പൂർവാധികം ശക്തിയോടെയും ധീരതയോടെയും ടെമ്പിൾ മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. വീണ്ടും തെറിച്ച് പോയി വീഴുന്നു. ഇതെല്ലാം കണ്ട് കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ജനങ്ങൾ തന്നെ പേടിച്ച് പുറകോട്ട് പോയി. നിങ്കയുടെ ആകട്ടെ ബോധം പോകുന്നത് പോലെ കാണിക്കുന്നു. അപ്പോഴാണ് നേരത്തെ കണ്ട ഗ്രാൻഡ്പയും ടീമും ടെമ്പിൾ മാസ്റ്ററിനെ നേരിടുന്നതിന് വേണ്ടി അവിടെ എത്തുന്നതായി കാണിക്കുന്നത്. അവരെ കണ്ടു കഴിയുമ്പോൾ ടെമ്പിൾ മാസ്റ്റർ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇങ്ങോട്ട് മരിക്കാൻ വേണ്ടി വരുന്നത്? മരിക്കുമെന്ന് ഉറപ്പായിട്ടും എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന രീതിയിലാണ് ടെമ്പിൾ മാസ്റ്റർ ചോദിക്കുന്നത്. അപ്പോൾ ആ ഗ്രാൻഡ് ഫാദർ പറയുകയാണ്, ഞാൻ ഷിയോഷുവിൻ്റെ ഫാദറാണ്. ഞങ്ങൾ ഫൈറ്റ് സ്കില്ലും കൾട്ടിവേഷനും ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്നവർ കൂടിയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെപ്പോഴും ഹാപ്പി ആയിരിക്കണം. ഇങ്ങനെ ഞങ്ങളിപ്പോൾ ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഭാവിയിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ഖേദിക്കും. ഒരു റിഗ്രറ്റും ഇല്ലാതെ മരിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. താങ് സ്റ്റേറ്റിന് വേണ്ടി ജീവൻ കൊടുക്കുന്നതിനേക്കാളും വലിയൊരു സന്തോഷം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ആർക്കും കീഴടങ്ങില്ല. താങ് സ്റ്റേറ്റിൻ്റെ യുദ്ധ ഹിസ്റ്ററി പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാകും. അതിനുവേണ്ടി ഒരുപാട് ആളുകൾ രക്തസാക്ഷിത്വം വരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. സാങ്സാങ്ങിന് വേണ്ടി അക്കാദമി മുഴുവനും ലോകത്തിനെതിരെ ഫൈറ്റ് ചെയ്തില്ലേ? അതിനുശേഷം താങ് സ്റ്റേറ്റിന് വേണ്ടി സെക്കൻഡ് ബ്രദർ ഫൈറ്റ് ചെയ്യുന്നത്, ഫസ്റ്റ് ബ്രദറും തേർഡ് സിസ്റ്ററും ഒക്കെ ഫൈറ്റ് ചെയ്യുന്നത്, അതൊക്കെ പറയുകയും ഇതേ സമയം അവരെയൊക്കെ കാണിക്കുകയും ചെയ്യുന്നുമുണ്ട്. അവസാനമായിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഗ്രേറ്റ് താങ് സ്റ്റേറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ഫൈറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ട്രഡീഷൻ മാത്രമാണ്. താങ് സ്റ്റേറ്റ് നിലനിൽക്കുന്നത് അവിടുത്തെ ജനങ്ങളാൽ തന്നെയാണ്. താങ് സ്റ്റേറ്റ് വളരെ സ്ട്രോങ് ആണ്. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും ഉറച്ച മനസ്സുള്ളവരാണ് താങ് സ്റ്റേറ്റിലുള്ളവർ.
അതിനുശേഷം എല്ലാവരും അത് പറഞ്ഞുകൊണ്ട് ആർപ്പ് വിളിക്കുകയാണ്. ആ ശബ്ദ കോലാഹലങ്ങൾ കേട്ടുകൊണ്ടാണ് നിൻകേക്ക് വീണ്ടും ബോധം വരുന്നത്. അതിനുശേഷം ഷിയോഷുവിൻ്റെ ഫാദർ, അതായത് ആ ഗ്രാൻഡ് പാ, ദേഷ്യത്തോടെ അയാളുടെ കയ്യിലുണ്ടായിരുന്ന സ്റ്റിക്ക് ടെമ്പിൾ മാസ്റ്ററിൻ്റെ നേരെ എറിയുന്നു. മറ്റുള്ള എല്ലാവരും ആകട്ടെ ടെമ്പിൾ മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടി രണ്ട് സൈഡിൽ നിന്നും വളയുന്നു. നിൻകെ അത് കണ്ട് ഉച്ചത്തിൽ ഒരുപാട് വിഷമത്തോടെ വേണ്ട എന്ന് പറഞ്ഞ് അലറുന്നുണ്ടെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല. ടെമ്പിൾ മാസ്റ്റർ ആകട്ടെ വന്നവരെയൊക്കെ ഒന്നും ചെയ്തില്ല. അവൻ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. അവൻ്റെ ശക്തി വരുന്നവരെ എല്ലാവരെയും ഇടിച്ചു തെറിപ്പിച്ചുകൊണ്ടേയിരുന്നു. ടെമ്പിൾ മാസ്റ്ററിൻ്റെ മുമ്പിൽ അവരാരും ഒന്നും തന്നെ ആയിരുന്നില്ല. നിൻകേക്ക് അത് കണ്ട് എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിലും വേദനയാൽ പുളയുന്ന അവന് സാധിക്കുന്നില്ല. അവനൊന്ന് തിരിയാനേ സാധിക്കുന്നുള്ളൂ. ആളുകളാകട്ടെ അങ്ങനെ തെറിച്ചു പോയി വീണുകൊണ്ടിരിക്കുന്നു. അവസാനം കുറച്ചു പേർ മാത്രം അവശേഷിക്കുന്നു. നിൻകെ അപ്പോഴും ഒരു വിധത്തിൽ എഴുന്നേൽക്കാനുള്ള പരിശ്രമം നടത്തുന്നു. അവൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷൻ്റെ കീ എടുക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും അവശേഷിക്കുന്നവരെയും ടെമ്പിൾ മാസ്റ്ററിൻ്റെ ശക്തി ഇടിച്ച് തെറിപ്പിക്കുന്നതായി കാണിക്കുന്നു. ഇതേ സമയം നിൻകെയുടെ മനസ്സിലേക്ക് ഫൂസിയുടെ വാക്കുകൾ ഓർമ്മ വരികയാണ്. ആരും ഇതുവരെയും കാണാത്ത ഒരു പ്രത്യേക തരം തലിസ്മാൻ ഞാൻ കണ്ടു. ആ തലിസ്മാൻ ഫോർമേഷൻ എവിടെ നിന്നാണ് തുടങ്ങുന്നത്, എവിടെയാണ് അവസാനിക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസും പറയുന്നതായി കേൾക്കാം. അപ്പോൾ ആ ഗോഡ് സ്റ്റാർട്ട്ലിംഗ് ഫോർമേഷനെ മുറുകെ പിടിച്ചുകൊണ്ട് അലറുകയാണ് നിൻകെ. ടെമ്പിൾ മാസ്റ്ററിനെ ആക്രമിക്കാൻ വന്നവരാകട്ടെ ഇപ്പോൾ ആരും തന്നെ അവശേഷിക്കുന്നില്ല. നിൻകെ ആകട്ടെ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ഇങ്ങനെ പറയുകയാണ്, ഫൂസി, ഇപ്പോൾ അങ്ങ് ഉദ്ദേശിച്ച ആ ചൈനീസ് ക്യാരക്ടർ എനിക്ക് എഴുതാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. അതിനുശേഷം ദേഷ്യത്തോടെ വെർമില്യൺ ബേർഡിനെ നോക്കി പറയുകയാണ്, ലൂസർ, നീ എന്തിനു വേണ്ടിയാണ് ഇനിയും കാത്തിരിക്കുന്നത്? ടെമ്പിൾ മാസ്റ്ററിനെ ആക്രമിച്ച് അവിടുന്ന് ആട്ടി ഓടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് മനസ്സിലായിട്ടായിരിക്കണം. വെർമില്യൺ ബേർഡ് തീയുടെ രൂപം സ്വീകരിച്ച് ടെമ്പിൾ മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്യാൻ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു പോവുകയാണ്. എന്നാൽ ടെമ്പിൾ മാസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം അത് ആകാശത്തിന് ലക്ഷ്യം വെച്ചാണ് മുന്നോട്ട് പോയത്. ടെമ്പിൾ മാസ്റ്റർ ആകട്ടെ ഏതോ ഒരു ഫോർമേഷൻ ഉപയോഗിച്ച് ആ ബേർഡിനെ ബന്ധനസ്ഥതയിലാക്കാൻ ശ്രമിക്കുന്നു. ആ ഫോർമേഷൻ ടെമ്പിൾ മാസ്റ്റർ ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ ആ ബേർഡ് ഉണ്ടാക്കിയതാണോ എന്നറിയില്ല. എന്തായാലും ടെമ്പിൾ മാസ്റ്റർ കൈ പൊക്കിയപ്പോഴാണ് ആ ഫോർമേഷൻ ഉണ്ടായത്. പക്ഷേ ആ ഫോർമേഷൻ ആ ബേർഡ് ഉണ്ടാക്കിയതാണോ എന്ന് പറയാൻ കാരണം വേറൊന്നുമല്ല. നിൻകെ ഇതേ സമയം മുന്നോട്ട് വന്ന് ഫൂസി പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് കൊണ്ട് വാള് വീശുന്നു. ഇതേ സമയം തന്നെ ആ ഫോർമേഷനിലും എന്തൊക്കെയോ മാറ്റങ്ങൾ വരുന്നതായി കാണുന്നു. വെർമില്യൺ ബേർഡിനെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആ ഫോർമേഷൻ ഉണ്ടാക്കുന്നത്. ഫൂസി പറഞ്ഞ ആ ക്യാരക്ടർ തന്നെയാണ് നിൻകെ ഇവിടെ വരക്കാൻ നോക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപക്ഷെ ആ ഫോർമേഷൻ വെർമില്യൺ ബേർഡ് ഉണ്ടാക്കിയതായിരിക്കാമെന്ന് ഞാൻ പറഞ്ഞത്. എന്തൊക്കെ വന്നാലും ഫൂസിയുടെ വാക്കുകൾ ഓർത്തുകൊണ്ട് നിൻകെ വാള് വീശുന്നതിനനുസരിച്ച് ആ ഫോർമേഷനിൽ മാറ്റങ്ങൾ വരുന്നതായി കാണുന്നു. അവശനായ നിൻകെ ഒരു വിധത്തിലാണ് അതൊക്കെ ചെയ്യുന്നത്. അത് കണ്ട് പേടിച്ചായിരിക്കണം ടെമ്പിൾ മാസ്റ്റർ മുകളിലേക്ക് ഉയരുന്നു. പുറകെ തന്നെ നിൻകെയെ അറ്റാക്ക് ചെയ്യുന്നതിന് വേണ്ടി തിരിഞ്ഞു നിന്ന് ടെമ്പിൾ മാസ്റ്റർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്നാൽ ഡീമോണിക് കൾട്ടിലെ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് നിൻകെ അപ്രത്യക്ഷമാകുന്നു. അതിനുശേഷം അവൻ പ്രത്യക്ഷമാകുന്നത് പാഞ്ഞു വന്ന വെർമില്യൺ ബേർഡിൻ്റെ പുറത്തായിരുന്നു. ടെമ്പിൾ മാസ്റ്റർ പലതവണ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒരു കാര്യവും ഉണ്ടായില്ല. വെർമില്യൺ ബേർഡിൻ്റെ പുറത്തായതുകൊണ്ട് തന്നെയും വളരെ വേഗത്തിലായതുകൊണ്ട് തന്നെയും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതിനുശേഷം ആദ്യമേ നിൻകെ ആ ഫോർമേഷൻ്റെ അടുത്തെത്തുന്നു വെർമില്യൺ ബേർഡിൻ്റെ സഹായത്തോടെ. ഇതേ സമയം തന്നെ ആ ഫോർമേഷൻ എല്ലായിടത്തേക്കും വ്യാപിച്ചിരുന്നു. ടാങ് സ്റ്റേറ്റ് മുഴുവനുമായിട്ട് ആ ഫോർമേഷൻ്റെ ശക്തി കാണാൻ സാധിക്കും. ടാങ് സ്റ്റേറ്റിലെ എല്ലാവരും അത് കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ്. ഫസ്റ്റ് ബ്രദർ പറയുകയാണ്, അപ്പോൾ ആ ക്യാരക്ടർ ഇതായിരുന്നല്ലേ? അതായത് റെൻ എന്ന ചൈനീസ് ക്യാരക്ടറാണ് ഫൂസി ഉദ്ദേശിച്ചത്. അത് നിൻകെയ്ക്ക് മനസ്സിലായിരിക്കുന്നു. തേർഡ് സിസ്റ്ററിനും സന്തോഷമാകുന്നു. പിയും ബുക്ക്മാനിയാക്കും ഒക്കെ അത് കാണുന്നുണ്ട്. ബുക്ക്മാനിയാക്ക് പറയുകയാണ്, അവസാനം നീ അത് എഴുതിയല്ലേ? അതിനുശേഷം നിൻകെ ആകട്ടെ ആ ഫോർമേഷൻ്റെ ശക്തിയെല്ലാം വാളിലേക്ക് ആർജിച്ച് അത് ശക്തമായി ടെമ്പിൾ മാസ്റ്ററിൻ്റെ നേരെ വീശുന്നു. ടെമ്പിൾ മാസ്റ്റർ ആകട്ടെ അത് കണ്ട് പേടിച്ച് അവൻ്റെ ശക്തി ഉപയോഗിച്ച് അത് തടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതുമൂലം വലിയൊരു സ്ഫോടനം തന്നെയാണ് അവിടെ ഉണ്ടായത്. കാരണം വളരെ പവർഫുൾ ആയിട്ടുള്ള അറ്റാക്ക് തന്നെയാണ് നിൻകെ നടത്തിയത്. ടെമ്പിൾ മാസ്റ്ററിനെ നേരിടാവുന്നതിലും അധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ശക്തി തന്നെ. അതുകൊണ്ട് തന്നെ ആ ഒരു ശക്തിയാൽ ടെമ്പിൾ മാസ്റ്റർ പോലും തെറിച്ചുപോയി എങ്ങോട്ടോ ചെന്ന് വീഴുന്നുണ്ട്. പി അത് കണ്ട് ഫാദർ എന്ന് വിളിച്ച് ഓടുന്നു. ഫാദറിനെ എടുക്കുന്നതിന് വേണ്ടിയായിരിക്കണം. ഗ്രീൻ ഫോർജിൽ മറ്റുള്ള സഹോദരരാകട്ടെ ഇതേ സമയം തന്നെ ടെമ്പിൾ മാസ്റ്ററിൻ്റെ ആ വാളിൽ നിന്നും മോചിതരാകുന്നു.
കാരണം ടെമ്പിൾ മാസ്റ്റർ പരാജയപ്പെട്ടല്ലോ. അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നു. കാരണം ടെമ്പിൾ മാസ്റ്ററിന് എന്തോ സംഭവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നു. ക്യാപിറ്റൽ സേഫ് ആയിരിക്കുന്നു എന്ന് അവർക്ക് മനസ്സിലാകുന്നു. അവർ തളർന്ന് വീണു പോവുകയാണ്. കാരണം ഇത്രയും നാൾ അത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. തളർന്ന് വീണെടുക്കുന്ന സമയത്ത് അവർ പരസ്പരം നമ്മൾ വിജയിച്ചു എന്ന് ഉച്ചത്തിൽ പറയുന്നുണ്ട്. നിങ്കെ ആകട്ടെ സന്തോഷത്തോടെ അവിടുത്തെ ജനങ്ങൾ മുകളിലേക്ക് ഉയർത്തുന്നതായി കാണിക്കുന്നു. നിങ്കെ നല്ല അവശതയിലായിരുന്നത് കൊണ്ടായിരിക്കണം അവൻ്റെ കണ്ണടഞ്ഞു പോകുന്നത് പോലെ കാണിക്കുന്നു. പി ഫാദർ എന്ന് വിളിച്ചുകൊണ്ട് ഫാദറിനെ തേടി നടക്കുന്നതായി കാണിക്കുന്നു. സെക്കൻഡ് ബ്രദർ ആകട്ടെ മറ്റുള്ള സഹോദരന്മാരുടെ അടുത്തെത്തി കഴിയുമ്പോൾ മറ്റുള്ള സഹോദരന്മാർക്ക് ഒരുപാട് വിഷമമാകുന്നു. കാരണം അവൻ്റെ ഒരു കൈ ഇപ്പോൾ പോയിരിക്കുകയാണല്ലോ. അവൻ അവൻ്റെ തലയിലെ ക്ലിപ്പ് സെവൻ സിസ്റ്ററിന് കൊടുക്കുന്നു. സെവൻ സിസ്റ്ററിന് അത് കണ്ടു കഴിയുമ്പോൾ ഒരുപാട് വിഷമമാകുന്നുണ്ട്. അതിനുശേഷം അവിടെ ഇരുന്നു കൊണ്ട് സെക്കൻഡ് ബ്രദർ പറയുകയാണ്, ഇതെൻ്റെ തലയിൽ വെച്ച് തരൂ. സെവൻ സിസ്റ്റർ ആകട്ടെ ഒരുപാട് വിഷമത്തോടെ അവൻ അത് ചെയ്തു കൊടുക്കുന്നു. നിങ്കയെ ഫസ്റ്റ് ബ്രദറാണ് തൂക്കിക്കൊണ്ട് വരുന്നത്. ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ ഫസ്റ്റ് ബ്രദർ ഫൂസിയോടെന്ന പോലെ ആകാശത്തേക്ക് നോക്കി ഇതെല്ലാം കാണുന്നില്ലേ എന്ന് ചോദിക്കുന്നു. മറ്റുള്ള സഹോദരന്മാരും മുട്ടുകുത്തി കൈ നീട്ടി മുകളിലേക്ക് നോക്കി പറയുകയാണ്. ഫൂസിയോടെന്ന പോലെയാണ് പറയുന്നത്, ഗ്രീൻ ഫോർജ് ഇപ്പോൾ സേഫ് ആയിരിക്കുന്നു. കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അവരതെല്ലാം പറഞ്ഞത്. താങ് സ്റ്റേറ്റിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നല്ല രീതിയിൽ തന്നെ അവർ പോരാടിയിട്ടുണ്ട്. ഫൂസി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അത് അവരോട് പറയുമായിരുന്നു. ഇതേപോലെ തന്നെ ഫസ്റ്റ് ബ്രദറും തേർഡ് സിസ്റ്ററും നിങ്കയും ബുക്ക്മാനിയാക്കും ഒക്കെ മുകളിലേക്ക് നോക്കി ചെയ്യുന്നതായും കാണിക്കുന്നു. ഹെവൻലി ഗോഡിൻ്റെ മകളുടെ അടുത്തുള്ള സാങ്സാങ് ഇതേ സമയം ഹെവൻലി ഗോഡിൻ്റെ മകളോട് പറയുകയാണ്, നിന്റെ മുഖത്ത് ദേഷ്യമൊന്നും ഞാൻ കാണുന്നില്ലല്ലോ. കാരണം താങ് സ്റ്റേറ്റ് വിജയിച്ചിരിക്കുന്നു. താങ് സ്റ്റേറ്റിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയല്ലേ നീ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്. അപ്പോൾ ഹെവൻലി ഗോഡിൻ്റെ മകൾ പറയുകയാണ്, അതിനെ ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, എല്ലാം തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിനുശേഷം രണ്ടുപേരും അവിടുന്ന് അപ്രത്യക്ഷമാകുന്നു. പി ആകട്ടെ തൻ്റെ ഫാദറിനെ ഒരു ഉന്തുവണ്ടിയിലാക്കി എടുത്തുകൊണ്ട് പോകുന്നതായി കാണിക്കുന്നു. ഈ വിവരങ്ങളെല്ലാം ചെങ്ലീഷു പ്രീസ്റ്റ് ഷീലിങ്ങിൻ്റെ അധികാരിയെ വന്ന് അറിയിക്കുന്നു. ടെമ്പിൾ മാസ്റ്റർ പരാജയപ്പെട്ടു. യേഹോങ്യു ഇപ്പോൾ യുദ്ധം നിർത്തിവെച്ച് പിൻവാങ്ങിയിരിക്കുന്നു. അങ്ങനെ താങ് സ്റ്റേറ്റിനെ ക്രൂശിക്കുന്നത് അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ ദേഷ്യത്തോടെ ഷീലിങ്ങിൻ്റെ അധികാരി പറയുകയാണ്, അതങ്ങനെയൊന്നും തീരില്ല. ദൈവത്തിൻ്റെ തീരുമാനങ്ങളാണ് ഷീലിംഗ് എപ്പോഴും എടുക്കാറുള്ളൂ. ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ ഒരിക്കലും പരാജയപ്പെടില്ല, അവസാനിക്കില്ല. ഇനി ഇങ്ങനത്തെ റൂമേഴ്സ് ഒന്നും നീ പരത്തരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നല്ല പണിഷ്മെൻ്റ് ആയിരിക്കും കിട്ടാൻ പോവുക. അതിനുശേഷം ചെങ്ലീഷു പ്രീസ്റ്റിനെ പറഞ്ഞു വിടുന്നു. പിന്നെ കാണിക്കുന്നത് ഷിയാത്തിയ രാജ്ഞിയെയും ബുക്ക്മാനിയാക്കിനെയുമാണ്. കുറേ പട്ടാൾക്കാർ തിരിച്ചു വരുന്നതായി കാണുന്നു. സുരക്ഷിതരായി യുദ്ധം കഴിഞ്ഞ് കുറേ പട്ടാൾക്കാർ തിരിച്ചു വന്നതായി കണ്ടപ്പോൾ ഷിയാത്തിയ രാജ്ഞിക്ക് സന്തോഷമായി. അക്കാദമിയിലുള്ളവരും സുരക്ഷിതരാണെന്ന് കേട്ടപ്പോൾ കൂടുതൽ സന്തോഷമായി. ബുക്ക്മാനിയാക്കിനെയും ഒന്ന് വണങ്ങിക്കൊണ്ട് കൂടെ നിന്നതിന് നന്ദി പറയുന്നു. അപ്പോൾ താൻ ഇതെല്ലാം നിങ്കയ്ക്ക് വേണ്ടിയാണ് ചെയ്തതെന്ന് അവൾ പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഷിയാത്തിയ രാജ്ഞി പറഞ്ഞു, നീ ശരിക്കും ഒരു ഇൻട്രസ്റ്റിംഗ് ക്യാരക്ടർ തന്നെ. കാരണം നീ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ബുക്ക്മാനിയാക്ക് അപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറയേണ്ട ആൾ പറയണ്ടേ, നിങ്കയാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒന്ന് മുന്നോട്ട് നടന്നുകൊണ്ട് ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, എനിക്ക് നിന്നോട് ശരിക്കും ആരാധന തോന്നുന്നുണ്ട്. നിങ്കയ്ക്ക് വേണ്ടിയുള്ള അവളുടെ ആ ജീവിതം കണ്ടുകൊണ്ടാണ് ഷിയാത്തിയ രാജ്ഞി അങ്ങനെ പറഞ്ഞത്. അപ്പോഴേക്കും ഷിയാത്തിയ രാജ്ഞിയുടെ മകൻ അങ്ങോട്ട് ഓടി വന്നുകൊണ്ട് മറ്റൊരു സന്തോഷ വാർത്ത പറയുകയാണ്. ഷിയോഷുവിൻ്റെ പട്ടാളവും നോർത്ത് സൈഡിൽ വിജയിച്ചിരിക്കുന്നു. വലിയൊരു വിജയമാണ് അവിടെയും കൈവരിച്ചിരിക്കുന്നത്. ഇപ്പോൾ താങ് സ്റ്റേറ്റ് പൂർണ്ണമായും സേഫാണ്. ഷിയാത്തിയ രാജ്ഞി പറയുകയാണ്, കഴിഞ്ഞ രാജാവ് നല്ലൊരു പിൻഗാമിയെ തന്നെയാണ് തെരഞ്ഞെടുത്തത്. ബുക്ക്മാനിയാക്ക് അപ്പോൾ രാജാവായിട്ടുള്ള ആ കുട്ടിയെ വണങ്ങിയിട്ട് ചോദിക്കുകയാണ്, ഗ്രീൻ ഫോർജിലെ കാര്യം എന്തായി? അവിടെ വേറെ പ്രശ്നമൊന്നുമില്ല. യേഹോങ്യുവിൻ്റെ ആർമി പിൻവാങ്ങിയിരിക്കുന്നു. അക്കാദമിയിലുള്ളവർ കുറച്ച് നാളുകൾക്കുള്ളിൽ ഉടനെ തന്നെ തിരികെ എത്തും. ആ വാർത്ത കേട്ട് ബുക്ക്മാനിയാക്കിന് സന്തോഷമാകുന്നു. സാങ്സാങ്ങും ഹെവൻലി ഗോഡിൻ്റെ മകളും കൂടി ഇതേ സമയം മരുഭൂമി പോലെയുള്ള വരണ്ട സ്ഥലത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഉപേക്ഷിക്കപ്പെട്ട ഫൂസിയുടെ രഥത്തിൻ്റെ അടുത്ത് അവർ എത്തുന്നു. സാങ്സാങ്ങിന് അറിയാവുന്ന കുതിരയായിരുന്നു ആ രഥത്തിൻ്റെ കുതിര. നിങ്കെ വളർത്തിയ കുതിരയാണത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പേര് വിളിച്ചുകൊണ്ട് സാങ്സാങ് അതിൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു. സാങ്സാങ് കുറേ നേരം അതിനെ കളിപ്പിക്കുകയും തലോടുകയും ഒക്കെ ചെയ്യുന്നു. പിന്നെ കാണിക്കുന്നത് സ്റ്റിക്കുകളുടെ സഹായത്തോടെ തൻ്റെ സഹോദരന്മാരുടെ അടുത്തേക്ക് പോകുന്ന നിങ്കയാണ്. അപ്പോഴേക്കും അവൻ്റെ സഹായത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുള്ള ഒരു കുട്ടി അവൻ്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. നീ എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയുകയാണ്, ഫസ്റ്റ് ബ്രദറാണ് അങ്ങയെ നോക്കുന്നതിന് വേണ്ടി എന്നെ നിയോഗിച്ചത്. അക്കാദമിയിലെ തന്നെ താഴത്തെ സ്റ്റേജിലുള്ള മറ്റൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു അത്. നിങ്കെ അവൻ്റെ വാക്കുകൾ കേട്ട് കഴിയുമ്പോൾ ദേഷ്യത്തോടെ പറയുകയാണ്, ഞാൻ നിന്നോട് കുറേ പ്രാവശ്യം പറഞ്ഞതല്ലേ എനിക്ക് ആരുടെയും സഹായം ആവശ്യമില്ല എന്ന്. പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ ഞാനാകെ പ്രശ്നത്തിലാകുമെന്ന് പറഞ്ഞ് നിങ്കയെ പിടിച്ച് സഹായിക്കാൻ പോവുകയാണ് ആ കുട്ടി. എന്നാൽ അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവനോട് മാറി നിൽക്കാൻ പറയുന്നു. അതിനുശേഷം ഒരു മരത്തിൻ്റെ അടുത്തെത്തി ഗ്രീൻ ഫോർജിൽ പോയ സഹോദരന്മാർ തിരികെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നു.
നിങ്കയുടെ അടുത്ത് തന്നെ സഹായിയായിട്ടുള്ള ആ കുട്ടിയുമുണ്ട്. അല്പം കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സെക്കൻഡ് ബ്രദറിനെയും മറ്റുള്ള സഹോദരന്മാരെയും കാണിക്കുന്നു. അവരെ കണ്ടു കഴിയുമ്പോൾ നിങ്കയെ മറന്ന് സഹായിയായിട്ടുള്ള കുട്ടി അവരുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നു. ആ ഒരു സന്തോഷത്തിൽ തൻ്റെ സ്റ്റിക്കുകളൊക്കെ വലിച്ചെറിഞ്ഞ് ആ കുട്ടിയുടെ പുറകെ നിങ്കയും അവരുടെ അടുത്തേക്ക് ഓടുന്നു. എന്നാൽ അതൊന്നും ഭേദമാകാത്തത് കൊണ്ട് തന്നെ അവരുടെ അടുത്തെത്തുന്നതിന് മുമ്പേ നിങ്ക വീണു പോകുന്നു. സഹായിയായിട്ടുള്ള ആ കുട്ടിയാകട്ടെ അപ്പോഴാണ് സെക്കൻഡ് ബ്രദറിൻ്റെ കൈ ഇല്ലാത്തതായി കാണുന്നത്. അതിനെപ്പറ്റി ചോദിച്ചു കഴിയുമ്പോൾ നിങ്കയും അത് ശ്രദ്ധിക്കുന്നു. നിങ്കയ്ക്ക് അത് ശരിക്കും ഒരു ഷോക്കായിരുന്നു. ഒരുപാട് വിഷമാകുന്ന നിങ്ക സെക്കൻഡ് ബ്രദറിനെ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുന്നു. സെക്കൻഡ് ബ്രദർ അപ്പോൾ പറയുകയാണ്, ഇത് അത്രയ്ക്ക് വലിയ കാര്യമാക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ വിജയിച്ചില്ലേ, അതുപോലെ. അതിനുശേഷം അവർ സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ ഫസ്റ്റ് ബ്രദറും തേർഡ് സിസ്റ്ററും ഒക്കെ അവരെ കാണാൻ വരുന്നു. സെക്കൻഡ് ബ്രദറും മറ്റുള്ളവരും ഒക്കെ ഇപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ബ്രദറിൻ്റെ കൈ ഇല്ലാത്തതായി കാണുമ്പോൾ ഫസ്റ്റ് ബ്രദറും ശരിക്കും ഷോക്കാവുന്നുണ്ട്. പരസ്പരം റെസ്പെക്റ്റ് ചെയ്തതിന് ശേഷം സെക്കൻഡ് ബ്രദറിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഫസ്റ്റ് ബ്രദർ സെക്കൻഡ് ബ്രദറിൻ്റെ കൈ ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം അല്പം വിഷമത്തോടെയാണെങ്കിലും അവൻ്റെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്നു. ശേഷം ഇങ്ങനെ പറയുകയാണ്, ഫൂസി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, മാറ്റാൻ സാധിക്കാത്ത ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ. സെക്കൻഡ് ബ്രദർ അപ്പോൾ പറയുകയാണ്, എനിക്കെപ്പോഴും അങ്കിൾ കെഹാറിനെ പോലെയും ഫൂസിയെ പോലെ ആകണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ ഇനി മുതൽ അതൊക്കെ സാധ്യമാകുമോ എന്നറിയില്ല. ഫസ്റ്റ് ബ്രദർ പറയുകയാണ്, അതിനെക്കുറിച്ച് ഓർത്തൊന്നും ആകുലപ്പെടണ്ട, നിനക്കാവുന്ന വിധത്തിലൊക്കെ നീ ഫൈറ്റ് ചെയ്യണം. അപ്പോൾ സെക്കൻഡ് ബ്രദർ പി എവിടെ എന്ന് ചോദിക്കുന്നു. ഫസ്റ്റ് ബ്രദർ പറയുകയാണ്, ആളുകൾ കണ്ടതിനനുസരിച്ച് അവൻ അവൻ്റെ ഫാദറിനെയും തൂക്കിയെടുത്തുകൊണ്ട് അവൻ്റെ സ്ഥലത്തേക്ക് തന്നെ തിരികെ പോയെന്നാണ് തോന്നുന്നത്. സെക്കൻഡ് ബ്രദർ അപ്പോൾ ചോദിക്കുകയാണ്, ടെമ്പിൾ മാസ്റ്റർ അവൻ്റെ ഈ അവസ്ഥയിൽ നിന്ന് റിക്കവർ ആകുമോ? നിങ്ക പറയുകയാണ്, ഇല്ല. ഫസ്റ്റ് ബ്രദർ പറയുകയാണ്, അതായിരുന്നു ഈ യുദ്ധത്തിലെ വഴിത്തിരിവ്. ഷീലിംഗ് അതിനോട് ഇതുവരെയും റിയാക്ട് ചെയ്തിട്ടില്ല. എന്താണ് അവരുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് നമുക്ക് നോക്കാം. തേർഡ് സിസ്റ്റർ പറയുകയാണ്, ഫൂസി ഒന്നും ഇല്ലാത്ത അവസ്ഥയാണ്, അതുകൊണ്ട് തന്നെ തീർച്ചയായും അവർ അടുത്ത അറ്റാക്കിന് വേണ്ടി ശ്രമിക്കും. ഷീലിങ്ങിൻ്റെ അടുത്ത ആ സ്ട്രൈക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. സെക്കൻഡ് ബ്രദർ പറയുകയാണ്, അവർക്കെതിരെ ഞാൻ പോരാടും, ദൈവത്തിനെതിരെയല്ലേ എനിക്ക് പോരാടാൻ സാധിക്കാതെ വരികയുള്ളൂ. ഷിയോതാങ് അപ്പോൾ ചോദിക്കുകയാണ്, അങ്ങയുടെ കൈ? അത് കുഴപ്പമില്ല എന്ന് സെക്കൻഡ് ബ്രദർ പറയുമ്പോൾ നിങ്ക പറയുകയാണ്, അത് കുഴപ്പമുണ്ട്. എന്നാൽ സെക്കൻഡ് ബ്രദർ പറയുകയാണ്, എന്ത് കുഴപ്പം? നിങ്ങളെ എനിക്ക് ഗ്രീറ്റ് ചെയ്യാൻ സാധിക്കില്ല, അതുകൂടാതെ വേറെ ചില കാര്യങ്ങളും, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. എന്തൊക്കെ വന്നാലും കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെക്കുറിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല, നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. അതിനുശേഷം അവരെല്ലാവരും അകത്തേക്ക് കയറി കഴിയുമ്പോൾ നിങ്ക ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഫൂസി ഈ ലോകത്തിലില്ല, എൻ്റെ സഹോദരന്മാർക്ക് ആകട്ടെ നല്ലവണ്ണം പരിക്കേറ്റിരിക്കുന്നു. ഫൂസി ഇതേ സമയം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അതിനുശേഷം നിങ്കയും ഭക്ഷണം കഴിക്കാൻ അകത്തേക്ക് കയറുന്നു. ഇതേ സമയം തന്നെ ഫൂസിയുടെ കൂടെ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള സീനും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് അവർ ഇപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയായിരിക്കും ആ സീനുകളും കാണിക്കുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അത് നിങ്ക ഓർക്കുന്നതായിരിക്കാം. മ്യൂസിക് വായിക്കുന്ന സഹോദരന്മാർ ഇതേ സമയം മ്യൂസിക് വായിക്കുന്നു. ഫൂസി ഉള്ളപ്പോൾ ഫൂസി ആദ്യമേ പറയുന്നത് അതാണ്, ആ സീനും കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഒരുപാട് സന്തോഷത്തോടെ കളിയും ചിരിയുമായി കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ ഭക്ഷണം കഴിക്കുന്നതായി കാണിക്കുന്നു. ഷിയോതാങ് ഇപ്പോഴും നല്ല വിഷമത്തിലാണ്, പി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. മറ്റുള്ള സഹോദരന്മാർ ഇതേ സമയം പറയുന്നുണ്ട്, ഷിയോതാങ് പിയുടെ ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് കുക്ക് ചെയ്യുന്നത്. കാരണം അവൻ്റെ അസാന്നിധ്യത്തിൽ അതേപോലെ തന്നെയല്ലേ അവൾ കുക്ക് ചെയ്തിരിക്കുന്നത്. തേർഡ് സിസ്റ്റർ അപ്പോൾ ഫൂസിയെക്കുറിച്ച് സംസാരിക്കുന്നു. ഫൂസിക്ക് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണ്, നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ തേർഡ് സിസ്റ്റർ ഫൂസിയെക്കുറിച്ച് പറയുന്നു. സെക്കൻഡ് ബ്രദർ ഭക്ഷണം കഴിക്കാൻ കഷ്ടപ്പെടുമ്പോൾ ഫസ്റ്റ് ബ്രദർ നല്ലവണ്ണം സഹായിക്കുന്നുണ്ട്. നല്ല സേവന മനോഭാവമാണ് അവരുടെ ഇടയിലുള്ളതെന്ന് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാം. മറ്റുള്ള സഹോദരന്മാർ ഇതേ സമയം ഇങ്ങനെ പറയുന്നതായി കേൾക്കാം, ഷിയോതാങ് ഇപ്പോൾ നല്ലൊരു കുക്കായിരിക്കുന്നു എന്നൊക്കെ. പിന്നെ കാണിക്കുന്നത് ഷീലിങ്ങിൻ്റെ അധികാരിയുടെ അടുത്തേക്ക് വരുന്ന യേഹോങ്യുവിനെയാണ്. ഷീലിങ്ങിൻ്റെ അധികാരി ചോദിക്കുകയാണ്, ഒരു നോട്ടീസ് പോലും തരാതെ എന്തുകൊണ്ടാണ് യുദ്ധത്തിൽ നിന്ന് നീ പിൻവാങ്ങിയത്? നീ ഇത് കൺഫസ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അവൾ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ അവളെ കൊണ്ട് കുറ്റസമ്മതം ചെയ്യിപ്പിക്കാൻ പോവുകയാണ് ഷീലിങ്ങിൻ്റെ അധികാരി. അപ്പോൾ യേഹോങ്ങി പറയുകയാണ്, ഇതെല്ലാം എൻ്റെ തെറ്റുകൊണ്ടാണ് സംഭവിച്ചതെന്നാണോ പറയുന്നത്? ലോകം മുഴുവനുമാണ് താങ് സ്റ്റേറ്റിനെ ക്രൂശിക്കാൻ തീരുമാനിച്ചത്. ടെമ്പിൾ മാസ്റ്റർ ഫസ്റ്റ് ബ്രദറിനെയും എല്ലാവരെയും പരാജയപ്പെടുത്തിയിരിക്കാം, പക്ഷേ നിങ്കയുടെ ആ ഫോർമേഷൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു. അങ്ങാകട്ടെ തേർഡ് സിസ്റ്ററിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു എന്ന് കേട്ടു.
അതുകൂടാതെ പല ഭാഗങ്ങളിൽ നിന്നായി ഗോൾഡൻ ഹോർഡെ പരാജയപ്പെട്ടു, നമ്മുടെ മറ്റുള്ള ആർമിയും പരാജയപ്പെട്ടു, ഇതെല്ലാം ഞാൻ പിൻവാങ്ങിയത് കൊണ്ടാണെന്നാണോ പറയുന്നത്? അത് കേട്ട് ദേഷ്യത്തോടെ ദുഷ്ടനായിട്ടുള്ള കമാൻഡർ പറയുകയാണ്. ഷീലിങ്ങിന്റെ അധികാരിയോട് തർക്കുത്തരം പറയുന്നു. യേഹോങ് അപ്പോൾ ദേഷ്യത്തോടെ ഷീലിങ്ങിലെ ആ ദുഷ്ടനായിട്ടുള്ള കമാൻഡറിനെ അറ്റാക്ക് ചെയ്ത് തെറിപ്പിക്കുന്നു. ദേഷ്യത്തോടെ അയാൾ അപ്പോൾ എന്തോ ചെയ്യാൻ വന്നതാണ്. ഷീലിങ്ങിന്റെ അധികാരി അപ്പോൾ അയാളെ തടയുന്നു. ഇതോടെ ഈ എപ്പിസോഡും കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ കാണും. അതുവരെ ഗുഡ് ബൈ.